ഇത് ഇരുളിന്റെ കൈയാണ്. ഇത് വേഗം പാളി അങ്ങ് കത്തും. നല്ല സുഖമാണ് നിനക്കൊന്ന് കത്തിക്കാൻ. അത് കത്തട്ടെ. സകല നാട്ടിൽ ഇന്നലെ മഴ പെയ്തു. നമ്മളിവിടെ മഴയുമില്ല, നമ്മളിവിടെ പയ്യില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കൈമേല് മീനൊന്നും കാണുന്നില്ലല്ലോ പോയിട്ട്. മീൻ കിട്ടിട്ടാ കൊറേ സമയത്തെ കാത്തുനിന്നു, മീൻകാരിൽ നിന്ന് വന്നിട്ടാ. നിങ്ങ പോകുമ്പേ മീൻ കിട്ടൂല ഞാൻ വിചാരിച്ചു. അങ്ങനെ കുറ്റം പറഞ്ഞിട്ടല്ലേ പോലെ. ഇപ്പൊ 1:30 ആകുമ്പോ അച്ഛന് ചോറ് കൊടുക്കണം. എന്നാ ഈ കറിയൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന് എങ്ങനെ കുറ്റം പറയാനൊക്കെ ഉറങ്ങി അണിച്ചാട് നീ മീൻ മണിക്കാരല്ല പറഞ്ഞേക്കടി. ഒപ്പം മീൻ തന്നെ ഒപ്പം തിന്നണ ഇത് അരിയലിതാ വരന്ന് ആക്കിക്കോ. കറിയാക്ക ഇവിടെ എന്തെല്ലാം ഉണ്ട്. എങ്ങനെ മീൻ മണിക്കാൻ പറയാണ്ടിരിക്കൽ? നിങ്ങൾ അച്ഛനമ്മ എല്ലാ കറിയും കൂട്ടുക. ഒന്നിക്കാൻ മീൻ അല്ലെങ്കിൽ ചക്ക പരിപ്പ് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെ പറയാം ഗ്യാസ്. ഇനി എന്നെ ചക്ക പറപ്പിക്കാനുള്ള ഏർപ്പാടിലായിരിക്കും അല്ലേ? നിനക്ക് പിന്നെ മീൻ വേണ്ടല്ല, മീനിന്റെ കൂലിയാണ്. എനിക്ക് അച്ഛനമ്മക്ക് മീൻ ഇതെല്ലാം എടുത്തു നോക്ക്. ആ നക്ഷു എടുത്തു. അതല്ല തക്കാളി നോക്ക് വേണം പറയുന്നുണ്ടായിനി. നക്ഷോ തക്കാളി നോക്കിയതാണ്. ആ തക്കാളി നോക്കല്ലേ പറ്റൂല്ലോ അല്ലേ? ഇതാ തക്കാളി നോക്ക്. ഇതന്നെ പണം തിന്നണേ. ഇങ്ങനത്തെ നല്ല സാധനം തിന്നൂലല്ല. ഏട്ടനെടുപ്പനി ഏട്ടന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വരാനായിട്ടേ. പിള്ളേർ പറയുമ്പോക്ക് പലഹാരം വാങ്ങി കൊണ്ടു കൊടുത്തില്ലേ? പിന്നെ എങ്ങനെ പിള്ളേർ ചോറും ചായലും കുടിക്കല്? പിള്ളമാരല്ലേ ഇടക്കിടക്ക് പലഹാരം തിന്നിട്ട്. നിങ്ങളുടെ ഓടിപ്പോകുന്ന ഒരു ചക്കയാറ്റം പറിച്ച ചക്കക്കറിയാറ്റം ആക്കി കൊടുക്കാം. ഈ പ്ലാവിന്റെ 2-3 ചക്ക ഉണ്ടല്ലോ, മൂത്തിട്ടുണ്ടാവുമ്മ. കണ്ടിട്ട് മൂത്ത പോലെ തോന്നുന്നുണ്ട്. അന്ന് കുറച്ച പോലെ ആയി പോവുക. ഈ അച്ഛനും കാണുന്നില്ലല്ലോ. അച്ഛാ ചക്ക മൂത്തനാടാ. ചക്ക മൂത്തിന്ന് തോന്നുന്ന കുറച്ചങ്ങോട്ട് മാറിയെന്നോ. അങ്ങോട്ട് മാറിക്കാർന്നേ, ഞാൻ പറിക്കാന്ന്. എന്റെ കൂടെ ഒപ്പം പോവമ്മ. മതി. അച്ഛൻ നോക്കറാ, ചൊട്ടി നോക്കറാ. ചക്ക മൂത്തിട്ടുണ്ടാവും. മൂത്തിന്നാ തോന്നേ. മൂത്തിട്ടുണ്ടാവും. നല്ലോണം മൂത്തി തോന്നില്ലല്ലേ? ആ ചക്കക്കറിയാക്കാൻ വേണ്ടിട്ടാ. നല്ലോണം മൂത്തിട്ടുണ്ടെങ്കിൽ കറിയാക്കാം. ഓള് പറഞ്ഞ് മീൻ കിട്ടാതുകൊണ്ട് ചക്ക പറിച്ചിട്ട് വന്നേ. കറ്റാളത്തോണ്ടായിട്ട് എന്നാ പിന്നെ ഒരു കൊത്തി പാങ്ങിക്കുക. ഒരു കറ്റാളും കേൾക്ക. നല്ലോണം മൂത്തിട്ടല്ല അച്ഛാ? നല്ല ഉപ്പായിട്ടില്ല. അല്ലപ്പ ഇങ്ങനെ ചക്ക പറിച്ചിട്ട് കൊത്തിട്ട് പാങ്ങാക്കിട്ട് കൊണ്ടുതരുന്നല്ലോ വിചാരിച്ചു. വാങ്ങ് കൊടുത്തല്ലോ. ഇനിയിപ്പൊ എങ്ങനെ വേഗം ആക്കണ്ട്? ചക്ക പറിച്ചു, പക്ഷെ ചള്ളാന്ന് കേട്ടാ. ചള്ളാന്ന് പറിച്ചതല്ലേ? അയ്യോ, എന്നാക്കളെ ചക്ക കൂട്ടാൻ വെക്കാൻ പറ്റുമത്? ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാ. ഏതായാലും വറുത്ത പിന്നെന്നാ വേണ്ട. പ്രാവശ്യത്തെ ചക്ക കൂട്ടാനും അങ്ങനെ പോയി. രണ്ടാമത്തെ കൂട്ടാനും ഫെയില്ലേ. നിന്റെ കൊതി മൂത്തിട്ടല്ലേ പറയുന്നില്ല, നോക്കിട്ട് വരക്കണം. എന്നാ പിന്നെ വേഗം പാങ്ങാക്കി വെക്കും. അന്നത്തെ കാട്ടി മൂത്തി വെച്ചാ കറി വെക്കാൻ പറ്റൂല കേട്ടാ. അത് കൊറച്ച് നല്ലോണം മൂക്കണം. കൊണ്ടമ്മേ. അപ്പൊ ഇന്നത്തെ നമ്മള് ചക്കക്കറി പോയി. കടലേലും പൊതിർത്ത് വെച്ചാടാ. കടലേലും പൊതിർത്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടെന്ന കാര്യം ഇവളെല്ലാം റെഡിയാക്കി വെച്ചതാണ്. ഈ ചക്ക ഇത് കണ്ടാ ഭയങ്കര മൂത്തണക്കണല്ലേ? ഇതിന്റെ കരുള് കണ്ടാൽ കരുളാണ് മൂത്തണക്കാണ്. എന്ത് ഗതിയാന്ന് ഇപ്പൊ. ഇനിയിപ്പഴേ ചക്ക പറിക്കണ്ട.
അപ്പൊ 10-20 ദിവസം കൊണ്ട് കഴിയണം. നല്ല ചക്ക വറവാക്കിക്കോ. അപ്പൊ നമ്മുടെ ചക്ക ഞാൻ കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ടുണ്ട്. ഇപ്പൊ അച്ഛനമ്മ കഞ്ഞി കുടിക്കാർക്ക് കുറച്ച് കൊണ്ട് കൊടുക്കണം. കുരുവൊന്നും എടുത്തില്ല, സമയം ഉണ്ടായിട്ടാണ്. ഒന്ന് ആക്കിയിട്ട് അതിനകത്ത് കഞ്ഞിയായിട്ടാക്കി കൊടുക്കട്ടെ. അച്ഛാ ചക്കീന ആ ഇതാണ് കൊണ്ടൊക്കെ ഞാനെങ്കിൽ ചക്ക വറവിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇട്ട പോലെ മതിയാ. ചക്കാൻ്റെ രസമുണ്ട്. അതൊക്കെ തന്നെ. അതെ. എന്ത് പറഞ്ഞു ഭക്ഷണം പറഞ്ഞില്ല. കപ്പ പറിക്കെല്ലാം കഴിയും.